ശിക്ഷണം കൊടുക്കേണ്ടടുത്ത് ശിക്ഷണം കൊടുക്കണം. കാരണം ഇപ്പം പണ്ടത്തെ കാലത്താണെങ്കിൽ വീട്ടിൽ 5-6 മക്കളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ചേട്ടനെ തൊട്ട് എല്ലാവർക്കും പേടിയാണ്, അനിയന്മാർക്കെല്ലാം ചേട്ടന്മാരെ പേടിയാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരാങ്ങളെയുള്ള വീട്ടിൽ ഒരു പെങ്ങളിനെ കുറിച്ച് നമ്മൾ ഇപ്പോഴാണെങ്കിൽ പോലും നമ്മൾ കേൾക്കുകയാണെങ്കിലും കുറച്ചുകൂടെ ചേട്ടന്മാരെ പേടിയുള്ള പെങ്ങളുമാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ തെറ്റിലോട്ടൊന്നും പോകാതെ വയലൻസിലോട്ടൊന്നും പോകാതിരിക്കും. പക്ഷേ സൗഹൃദമാകേണ്ടടുത്ത് സൗഹൃദമാകണം. പക്ഷേ ഇപ്പം എൻ്റെ അനിയത്തെക്കുറിച്ച് ഞാൻ പറയാം. അവൾക്ക് ഇപ്പം ഞാനിവിടെ ആണെങ്കിലും അവൾക്ക് വെളിയിൽ കൂട്ടുകാരൻ്റെ കൂടെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പോക്ക് പോയാൽ അവൾക്കറിയാം, ഞാനറിയും, അവളുടെ ചേട്ടൻ അറിയുന്നുള്ളൊരു പേടിയുണ്ട്, അല്ലെങ്കിൽ അവളുടെ മാതാപിതാക്കൾ അറിയുന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷെ ആ പേടി വേണം. പക്ഷേ വീട്ടിൽ അവൾ എൻ്റെ സഹോദരിയേക്കാൾ ഉപരി എൻ്റെ ഒരു സുഹൃത്താണ്. എനിക്ക് എല്ലാ കാര്യവും അവളോടും പറയാം, അവൾക്ക് എന്നോടും പറയാം. ഇത് രണ്ടും ഒരു കുടുംബത്തിലുണ്ടായാൽ മാത്രമേ ഇതിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം രണ്ടും ഒരേപോലെ വേണം. ഒന്നൊന്നിനേക്കാൾ മേളിൽ പോയാൽ ഇപ്പം ഓവറായിട്ട് നമ്മൾ ശിക്ഷണം കൊടുത്താൽ കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ പേടിച്ചിട്ട് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ആ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല, എന്നെ ചുമ്മാ എപ്പോഴും കുറ്റം പറയത്തുള്ളൂ എന്ന്. പക്ഷേ അവിടെ സൗഹൃദം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് കാര്യമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും.